മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. NDA ആദ്യ സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. കുന്നത്തുനാടാണ് പ്രഖ്യാപനം നടന്നിട്ടുള്ളത്. 2020 ആണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബാബു ദിവാകരനെയാണ് സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ആ ബാബു ദിവാകരൻ ആരാണ്? അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമം BJPക്ക് NDAക്ക് എത്ര സീറ്റ് പ്രഖ്യാപിച്ചു അതുൾപ്പെടെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. ആദ്യമേ തന്നെ എടുത്തു പറയാം, NDAയുടെ ആദ്യ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ കേരളത്തിൽ വിന്നിക്കൊടി പാറിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. അത്രത്തോളം വിജയ സാധ്യത. നമ്മൾ കുന്നത്തുനാട്ടിലെ കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിലെ വോട്ടുകളുടെ എണ്ണം ഉൾപ്പെടെ എടുത്ത് മുന്നോട്ട് വെച്ചുകൊണ്ട് കൃത്യമായിട്ട് അവതരിപ്പിക്കാം. വളരെ വ്യക്തമാണ് ബാബു ദിവാകരന്റെ വിജയം എന്നുള്ളത്. കേവലം 5000-ഓളം വോട്ട് മാത്രം അധികം പിടിച്ചാൽ മതി ഈ ഒരു സ്ഥാനാർത്ഥി ഇത്തവണ ജയിക്കാൻ. ആ കണക്കുകളൊക്കെ തന്നെ നമുക്ക് അവതരിപ്പിക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു ഫോട്ടോ കണ്ടില്ലേ? ബാബു ദിവാകരൻ എന്ന കോൺഗ്രസുകാരൻ, അടൂരിലെ മുൻ നഗരസഭാ ചെയർമാൻ, കോൺഗ്രസിന്റെ DCC ജനറൽ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ സെക്രട്ടറി, കഴിഞ്ഞ 30 വർഷക്കാലമായിട്ട് കോൺഗ്രസിനു വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നു. മാത്രമല്ല തന്റെ സ്വന്തം വീട് പോലും നഷ്ടപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാ. ഈ വ്യക്തി കഴിഞ്ഞ ദിവസം അടൂരിലെ ഗാന്ധി പ്രതിമക്ക് മുമ്പിലെത്തിയിട്ട് തന്റെ പ്രതിഷേധം ഉയർത്തിയ സമയത്ത്, തന്റെ കണ്ണീരിറ്റിറ്റായിട്ട് വീണ സമയത്തും കോൺഗ്രസിലെ ഒരു പ്രധാനപ്പെട്ട നേതാവും തിരിഞ്ഞു നോക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ നീക്കം കുന്നത്തുനാട് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, സാബു M ജേക്കബ് ഒക്കെ NDAയിലേക്ക് എത്തുന്നത് കൃത്യമായിട്ട് ഇവിടെ ഒരു റിസൾട്ട് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. ആ ഗാന്ധി പ്രതിമക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ആ കണ്ണീര് ഇറ്റിറ്റായിട്ട് വീണിട്ടുള്ളത് സാബു M ജേക്കബ് കാണുന്നു. അദ്ദേഹം ഈ പറയുന്ന ബാബു ദിവാകരനെ പിക്ക് ചെയ്യുന്നു. അദ്ദേഹമാണ് 2020യിലേക്ക് ബാബു ദിവാകരനെ എത്തിക്കുന്നത്. ഇവരെ സ്വീകരിച്ച ആ ഒരു പ്രോഗ്രാമിലെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങൾ അതൊന്ന് കേട്ടോക്കൂ. ടൗണിൽ ഒരു ഗാന്ധി പ്രതിമയുണ്ട്. ആ പ്രതിമയുടെ മുന്നിൽ വന്ന് നിന്ന് പറഞ്ഞ വർത്തമാനങ്ങളാണ് അദ്ദേഹം കേട്ടതും ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത് എനിക്കൊരു എത്തുപിടിയില്ല. പക്ഷേ ഞാൻ അത്യധികം സന്തോഷവാനാണ്. അടുത്ത നിമിഷം ഞാൻ മരിച്ചു വീണാൽ ഇതിൽ പരം ഒരു മുഹൂർത്തം. കാരണം മനുഷ്യനെ സ്നേഹിക്കുന്ന നിലപാടുകൾ. 2020 ഞാൻ ഇന്നലെ ഇവിടെ നിന്ന് വന്ന് മടങ്ങിപ്പോയപ്പോൾ തന്നെ സുഹൃത്തുക്കളും പറഞ്ഞു, കേരളത്തിൽ അടുത്ത തവണ വലിയ മാറ്റങ്ങളുടെ തുടക്കമാണ്. കേരളം ഒട്ടും അതിൽ ആദ്യത്തെ ഭൂരിപക്ഷം ചാനലിൽ കുന്നത്തുനാട് ഇങ്ങനെ ഉയരും. ആ കേരളത്തിൽ അങ്ങനെ പറക്കും. എന്തുകൊണ്ടെന്നാൽ ആ രാഷ്ട്രീയം 2020യും NDAയും പറയുന്ന രാഷ്ട്രീയം സത്യത്തിന്റെ രാഷ്ട്രീയമാണ്, നീതിയുടെ രാഷ്ട്രീയമാണ്, ന്യായത്തിന്റെ രാഷ്ട്രീയമാണ്, പാവപ്പെട്ടവന്റെ രാഷ്ട്രീയമാണ്, തെരുവിൽ കിടക്കുന്നുറങ്ങുന്നവന്റെ രാഷ്ട്രീയമാണ്, താഴെ പട്ടിണിക്കാരന്റെ രാഷ്ട്രീയമാണ്. ഉള്ളിലൊന്ന് വെച്ച് പുറത്തൊന്ന് പറയുന്ന നാട്യത്തിന്റെ, ജാളയുടെ, അഹങ്കാരത്തിന്റെ, ധാർഷ്ട്യത്തിന്റെ രാഷ്ട്രീയമല്ല. നിങ്ങൾ കേട്ടില്ലേ? ഒരു മുൻ കോൺഗ്രസ്സുകാരനാണ് BJPയെ കുറിച്ച്, NDAയെ കുറിച്ച്, 2020യെ കുറിച്ച് ഈ പറയുന്നത്. കോൺഗ്രസ് ഉപ്പ് വെച്ച കലം പോലെ കേരളത്തിലും ആവും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. കഴിഞ്ഞ 30 വർഷത്തിലധികമായിട്ട് കോൺഗ്രസിന് വേണ്ടിയിട്ട് മണ്ണിന്റെ മണമറിഞ്ഞുകൊണ്ട് പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ള വ്യക്തിയാ. ഇദ്ദേഹത്തിന്റെ കണ്ണുനീര് പോലും കോൺഗ്രസ് നേതാക്കന്മാരെ കാണുന്നില്ല. നമുക്കറിയാം, കോൺഗ്രസിന്റെ നേതാക്കന്മാര് എന്ന് പറഞ്ഞാൽ ആര് പെട്ടി തൂക്കാനൊപ്പമുണ്ടോ അവരെ മാത്രമേ കോൺഗ്രസ് നേതാക്കന്മാർ പരിഗണിക്കൂ. ആര് വാലായിട്ട് നടക്കുന്നോ അവർക്ക് മാത്രമേ കോൺഗ്രസിൽ സ്ഥാനമുള്ളൂ. അതൊക്കെ ഒരു എന്താ പറയാ, രഹസ്യമായിട്ടുള്ളൊരു പരസ്യമാണ്. ആര് ഈ പറയുന്ന വാലായിട്ട് അവരെ മാത്രമേ ഈ കോൺഗ്രസിൽ പരിഗണിക്കൂ. മണ്ണിനെ അറിഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ ഒന്നും കോൺഗ്രസ് ആണില്ല. പക്ഷെ 2020 കണ്ടു, NDA കണ്ടു, പ്രത്യേകിച്ച് സാബു M ജേക്കബ് കണ്ടു. ഇദ്ദേഹത്തെ കൃത്യമായിട്ട് പിക്ക് ചെയ്തു എന്ന് തന്നെ പറയാം. അദ്ദേഹം തുറന്ന് സംസാരിക്കുന്നു. ജനങ്ങളെ അറിയുന്ന, മണ്ണിനെ തൊട്ടറിഞ്ഞൊരു നേതാവ് തന്നെയാണ് ഈ ബാബു ദിവാകരൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അവിടുത്തെ കണക്കുകൾ മാത്രം ഒന്നെടുത്ത് മുന്നോട്ട് വെക്കാം. കഴിഞ്ഞ തവണ എത്രയായിരുന്നു 2020ക്ക് കിട്ടിയത്, BJPക്ക് കിട്ടിയത് എന്നുള്ളതിന്റെ കണക്ക്. അതായത് അവിടെ വിജയിച്ചിട്ടുള്ളത് ശ്രീനിജനാണ്. ഈ ശ്രീനിജന്
51,180 വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. കോൺഗ്രസിന് അവിടെ കിട്ടിയിട്ടുള്ളത് സജീന്ദ്രന് 48,463 വോട്ടാണ്. 2020 അവിടെ കിട്ടിയിട്ടുള്ളത് 41,890 അവിടെ BJPക്ക് കിട്ടിയിട്ടുള്ളത് 7,056 വോട്ടാണ്. അതായത് മൂന്നാം സ്ഥാനത്തുള്ള 2020ക്ക് വിജയിക്കാൻ കേവലം വേണ്ടത് 5,000-ഓളം വോട്ട് മാത്രം. അത് BJP കൃത്യമായിട്ട് അവിടെ അതിനേക്കാൾ ഒരുപാട് അധികം വോട്ട് BJPയുടെ കയ്യിലുണ്ട്. പിന്നെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം തന്നെ മാറിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം 1 ലക്ഷമൊക്കെ വോട്ട് കുറഞ്ഞ, എത്രയോ വോട്ട് കുറവുള്ള തൃശ്ശൂരൊക്കെ 3/4 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി വിജയിച്ചിട്ടുള്ളത്. ചരിത്രത്തിലാദ്യമായിട്ട് തിരുവനന്തപുരം നഗരസഭ BJP വരിക. അങ്ങനെ സമാനതകളില്ലാത്ത രീതിയിൽ കേരളത്തിലുടനീളം BJP വളർന്നുകൊണ്ടിരിക്കുക. അതിൻ്റെതായ രീതിയിലുള്ള ഒരു വളർച്ച ഈ കുന്നത്ത് നാട്ടിലുണ്ടാവും. അപ്പൊ വലിയ ഭൂരിപക്ഷത്തിൽ കണക്കുകൾ മാത്രം വെച്ച് നോക്കിയാൽ വ്യക്തമാണ്, ഈ പറയുന്ന കുന്നത്ത് നാട് NDAയുടെ ഭാഗമാവും. NDAക്ക് അവിടെ റിസൾട്ട് വരും. 2020യുടെ ഒരു MLA കുന്നത്ത് നാടിൽ നിന്ന് ഉണ്ടാവും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. NDAയുടെ ആദ്യ സ്ഥാനാർത്ഥിയാണ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത്. BJP ഔദ്യോഗികമായിട്ട് പോസ്റ്റ് ചെയ്ത് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ സ്ഥാനാർത്ഥി ആദ്യ പ്രഖ്യാപനത്തിലെ ആദ്യ സ്ഥാനാർത്ഥി തന്നെ വിജയക്കൊടി പാറിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. ഇനി നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമമായിട്ടുള്ള മാതൃഭൂമിയുടെ ഒരു അഭിപ്രായ ഫലം, അവരുടെ ഒരു സർവേ ഉണ്ട്. സർവേ ഫലം പുറത്തു വിട്ടിട്ടുണ്ട്. അവർ കൊടുത്തത് ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം. അവർ പറയുന്നത് LDFന് 66 സീറ്റ്. ഈ ഒരു ഇലക്ഷൻ തുടങ്ങിയ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഈ സമയത്താണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത്. LDFന് 66 കിട്ടും, UDFന് 62 കിട്ടും, NDAക്ക് 0. അവിടെ അല്ലാത്തവർക്ക് 12 കിട്ടും. ഏതായി അല്ലാത്തവർ? ഇവരെന്താ പറയുന്നത് അറിയോ? അവിടെ ടൈറ്റ് മത്സരം നടക്കുന്നുണ്ട് 12. അതായത് മാതൃഭൂമി പോലും ആ 12 സീറ്റിനെയും UDFനോ LDFനോ കൊടുക്കാൻ സാധിക്കുന്നില്ല. എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ മാതൃഭൂമി അത് UDFനോ LDFനോ കൊടുക്കുമായിരുന്നു. അതാണ് വലിയ യാഥാർത്ഥ്യം. അവർക്ക് ഇത് BJP NDA 12 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഒരു വോട്ട് പോലും BJPക്കോ NDAക്കോ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇവർ 0 എന്നിട്ടത്. എന്നിട്ട് അതേസ് എന്ന് പറഞ്ഞുകൊണ്ട് 12 സീറ്റ് എന്ന് നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു അജണ്ടയൊക്കെ സകല ആളുകൾക്കും അറിയാവുന്നതാണല്ലോ. അവരിവിടെ UDFനും LDFനും വേണ്ടിയിട്ടാണല്ലോ ഈ പണി മൊത്തം എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ അവര് അവിടെ 0 എന്നുള്ളതിന് പകരം 12 എന്നൊക്കെ കൊടുത്താൽ അത് അവർക്ക് തന്നെ സഹിക്കാതിട്ടാ. യഥാർത്ഥത്തിൽ മാതൃഭൂമി പോലും പ്രഖ്യാപിച്ചിരിക്കുന്നു NDAക്ക് 12 ഉറപ്പാണ് എന്നുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവരെത്രത്തോളം കുറച്ചിട്ടായിരിക്കും 12 എന്നൊരു സംഖ്യ കണ്ടത്. അപ്പൊ ഒരുപാട് മുന്നേറ്റം NDAക്ക് ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ ഉണ്ടാവും എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.